ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ കളയുന്ന പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പിൽ നിന്നിട്ട് ഒരു സ്മൈലി ഇമോജിയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പാണ്. അപ്പം യെല്ലോ കളറിലെ അടപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൂപ്പറായിരിക്കും. അതിനുശേഷം നമ്മൾ അടപ്പെടുത്തതിന് ശേഷം അടപ്പിൻ്റെ സൈഡ് വശങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് മാത്രം നോക്കി പയ്യെ കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കയറി ഇറങ്ങിയ വശങ്ങളൊക്കെയാണ് നമ്മളിപ്പം കട്ട് ചെയ്യുന്നത്. അതായത് എല്ലാ വശവും കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ സ്മൈലി ഇമോജിയുടെ കണ്ണാണ്. അപ്പം കണ്ണിന് വരെ നമ്മളിവിടെ ബ്ലാക്ക് കളറിലെ സ്ക്രൂ ആണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ സ്ക്രൂ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് കറുത്ത കളറിലെ മാർക്കർ വെച്ച് കണ്ണ് വരച്ചാലും മതി. നമ്മൾ ആദ്യം ഒരു സ്ക്രൂ എടുത്തിട്ട് ജസ്റ്റ് കണ്ണ് വരേണ്ട ഭാഗങ്ങളിലേക്കൊന്ന് ഹോളൊന്ന് മാർക്ക് ചെയ്യണം. അതായത് പിന്നെ നമുക്ക് എളുപ്പത്തിൽ ടൈറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം കണ്ണ് വരേണ്ട പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയ സ്ക്രൂ എടുത്തിട്ട് നമുക്ക് അവിടേക്കൊന്ന് കറക്റ്റാക്കി ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ ആ സ്ക്രൂ, അതായത് ബാക്കിലോട്ട് നമ്മൾ തള്ളിയിരിക്കുന്ന സ്ക്രൂ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് നമ്മൾ പ്ലെയറും കൊണ്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫിക്സ് ചെയ്ത പ്രൊജക്റ്റ് ചെയ്ത സ്ക്രൂ നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ വായ നമ്മളൊരു കറുത്ത പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഐഡിയയിൽ നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. അത് നമ്മൾ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത സ്പ്രിങ് ആണ്. അതായത് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയാണ്, അതായത് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി, അതായത് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്പ്രിങ് എടുത്തിരിക്കുന്നത്. സ്പ്രിങ്ങിനകത്തേക്ക് നമ്മുടെ ഒരു സ്റ്റിക്കിനകത്ത് ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ പിന്നെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഓസിനകത്ത് ആദ്യം ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ബാക്കിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ അടപ്പിൽ നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് നമ്മൾ ഈ സ്റ്റിക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അതായത് ഈ കുപ്പിയുടെ അടപ്പിൻ്റെ പോർഷനിലേക്കാണ് നമ്മുടെ സ്മൈലി ഇമോജിയുടെ ആ സ്റ്റിക്കർ നമുക്ക്, അതായത് നമ്മൾ സെറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതായത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വേറെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് തോന്നിയുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പം ഓക്കെ, അതും നമ്മളിപ്പം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിക്ക് ഒന്ന് ചെറുതായിട്ട് ഓടിക്കണം. അതായത് വലിയ സ്റ്റിക്കായിരുന്നു, അപ്പം ചെറിയതായിട്ട്, അതായത് നിങ്ങളുടെ ഇഷ്ടമുള്ള സൈസിന് വേണ്ടി നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത സ്പ്രിങ്ങിൻ്റെ പോർഷനിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അതായത് നമ്മുടെ സ്റ്റിക്കിൻ്റെ സൈസ് കുറവാണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഡയറക്റ്റ് വലിയ സ്റ്റിക്കാണ്, നമുക്ക് സ്പ്രിങ്ങിനൊക്കെ വെച്ച് ഇറക്കി കൊടുത്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു സ്റ്റാൻഡിലേക്ക്, അതായത് നമ്മുടെ പെപ്സിയുടെ ടിൻ ക്യാൻ കട്ട് ചെയ്ത സ്റ്റാൻഡാണ്, അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ട് അത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹോം ഡെക്കറായിട്ടുള്ള ചെറിയൊരു സ്മൈലിയുടെ ക്രാഫ്റ്റാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഷേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്മൈലി ക്രാഫ്റ്റാണ്. അതായത് നമുക്കിത് കാണുമ്പോൾ തന്നെ സന്തോഷമൊക്കെ വരും. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പോരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇതിന് നല്ല ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.